നമ്മൾ ഫയർഫോഴ്സ് ടീമിനൊപ്പം രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിനിടെ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുടിവെള്ളം കിട്ടുമോ, കുപ്പിവെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് അവർ ചോദിച്ചത്. നമ്മൾ മറ്റൊരു ക്യാമ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫയർഫോഴ്സ് യൂണിറ്റിലുള്ളവർ നീന്തിപ്പോയി അവർക്ക് വെള്ളം കൊടുക്കുകയാണ്. ഒരു കേസ് വെള്ളമാണ് കൊടുക്കുന്നത്. അത് മുകളിലേക്ക് കൊടുക്കാൻ അവർ ഫയർഫോഴ്സ് ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെ അവസ്ഥ ഏതാണ്ട് പ്രധാന ഭാഗങ്ങളെല്ലാം മുങ്ങി കിടക്കുകയാണ്. അവർക്ക് വെള്ളം കയറിൽ കെട്ടി കൊടുക്കുകയാണ്. മേളിൽ നിന്ന് വെള്ളം കയറിൽ കെട്ടി കൊടുക്കുകയാണ്. ആ വീട്ടിൽ 2 പേരാണ് ഉള്ളത്. അവർ അങ്ങോട്ട് പോകുന്ന സമയത്ത്, അപ്പം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ വെള്ളം ഇല്ലായിരുന്നു. എന്നിട്ട് തിരിച്ചു പോയപ്പോൾ ക്യാമ്പിൻ്റെ സ്ഥലത്ത് നിന്ന് എടുക്കുകയാണ്. ചേച്ചി പേരെന്താ? മേരി. ജെസ്സി എന്നാണ് അവരുടെ പേര്. ഫയർഫോഴ്സ് ടീം അവർ ബുദ്ധിമുട്ടി കയറ് കെട്ടി അവർക്ക് വെള്ളം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുടിവെള്ളമില്ലാതെ അകപ്പെട്ടു പോകുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാമല്ലോ. അവർക്ക് കയറിൽ കെട്ടി കൊടുക്കുകയാണ്. ഈ പ്രദേശത്തെ മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഏതാണ്ട് എല്ലാ വീടുകളും ഈ പ്രദേശത്ത് എല്ലാ വീടുകളും ഇതുപോലെ വെള്ളത്തിനടിയിൽ വെള്ളത്തിൽ പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പം ആ വെള്ളം മുകളിലേക്ക് എത്തിക്കാൻ കയറ് കെട്ടി ഒറ്റ കേസ് വെള്ളം കയറ്റുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ പാരസെറ്റാമോളിൻ്റെ ഗുളിക കിട്ടുമോ എന്ന് നമ്മളോട് അങ്ങോട്ട് പോയപ്പോൾ ചോദിച്ചിരുന്നു. അവർക്കും നമ്മൾ കൊടുത്തു. ഇവർ എക്സ്പീരിയൻസ്ഡായ ഫയർഫോഴ്സിലെ ജീവനക്കാരാണ്. സ്വാഭാവികമായിട്ടും അവർ ബുദ്ധിമുട്ടില്ലാതെ ആ വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന കാഴ്ച അവർക്ക് കിട്ടി. ഒരു കേസ് വെള്ളം കിട്ടി. അവർക്ക് കുറേ സന്തോഷം. സ്വാഭാവികമായിട്ടും സന്തോഷമല്ലേ? ഫയർഫോഴ്സുകാരോട് നന്ദി. അതാണ്. ഓക്കെ, താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യം എന്താണ് എന്നതിന് ഉത്തരം നമുക്ക് ഈ ഒരൊറ്റ ദൃശ്യങ്ങളിൽ നമ്മൾ ഫയർഫോഴ്സിൻ്റെ ടീമിനൊപ്പം റെസ്ക്യൂ പ്രവർത്തനത്തിന് അവരിറങ്ങിയപ്പോൾ ഉൾപ്രദേശത്തെ അവസ്ഥ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അകത്തെ കുറച്ച് നല്ല ഉള്ളിലേക്ക് വന്ന സമയത്ത് കാണുന്ന ഒരു വീടിൻ്റെ ഗേറ്റാണിത്. അപ്പോൾ എത്ര വെള്ളം കയറി? ആ വീടിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥ. ഇത് ഒരു വീടാണ്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മരങ്ങൾ, പോസ്റ്റുകൾ മരങ്ങൾ ഒക്കെ ഈ തരത്തിലാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അതിന് മുകളിൽ ഒരു രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്. അവർ വെള്ളം ഇന്നോ നാളെയോ ഇറങ്ങും, അല്ലെങ്കിൽ 2ാം നിലയിൽ വെള്ളം കയറില്ല എന്ന ഉറപ്പിൽ അവർ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ മുന്നോട്ട് ഇതിനുള്ളിൽ പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥയായി കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായി തോന്നിയ കുറേ കാഴ്ചകൾ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ടീമിനെ റെസ്ക്യൂ ചെയ്ത് പോയ സമയത്ത് ഒരു വീടിൻ്റെ ടെറസിൽ നിന്നിട്ട് പാരസെറ്റാമോൾ ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കുന്ന കാഴ്ച, കുടിക്കാൻ ഒരു കുപ്പി വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഞങ്ങൾ അവിടെ ഒരു ക്യാമ്പിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അടുത്ത വീട് നോക്കൂ, ഈ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇതിന് അപ്പുറത്തും ഈ കിടക്കുന്ന വീടുകൾ, അങ്ങോട്ടേക്ക് നോക്കിയാൽ കുറേ വീടുകളുണ്ട്. ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്ന അവസ്ഥ. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് പാരസെറ്റമോളും കുടിവെള്ളവും കൊടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നതാണ്. ഒരു വലിയൊരു വീട്,
ആ വീടിൻ്റെ മുഴുവൻ ആ സിറ്റൗട്ട് വരെ മുങ്ങിക്കിടക്കുന്ന കാഴ്ച. തൊട്ടിപ്പുറത്തെ പറമ്പിൻ്റെ അവസ്ഥ ഈ കാണുന്നതാണ്. അതേ അവസ്ഥ. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പലരും എഴുതിയും പറഞ്ഞൊക്കെ കേൾക്കുന്ന പോലെ വലിയൊരു 2ാം നില വീട്, ആ 2ാം നില വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ചേച്ചിയും മോളും കൂടി ഒരു കുപ്പി വെള്ളം ഞങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ദൗർഭാഗ്യകരമായി പറയേണ്ട ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വെള്ളമില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എടുത്തു കൊടുത്തു. ഇതൊരു വീട്, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഇടത്തരം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ വീടാണിത്. ഈ വീട് 2 ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്നറിയില്ല. ഇങ്ങനെ കിടന്ന് കുതിർന്ന് ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിയില്ല. എല്ലാ വശത്തും ഈ സ്പീഡിൽ പോകാം. കുറേ വീടുകളിൽ 2ാം നിലയിൽ തുടരുന്ന ആളുകളുണ്ട്. നമ്മൾ അവരോട് ചോദിച്ചു വെള്ളം കൊടുക്കുന്ന സമയത്ത്. ആ സമയത്ത് അവർ പറയുന്നത് അവർക്കവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, 2ാം നിലയിൽ വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന്. ഏറ്റവും അവസാനം നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് സാധാരണ ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോൾ അവരൊരു പക്ഷേ കഴിച്ചിട്ടുണ്ടാകാം. എങ്കിൽ പോലും അവർ തിരിച്ചു ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ എന്നതാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു ക്യാമ്പിലേക്ക് പോയപ്പോൾ ആ സമയത്ത് ഭക്ഷണം ഉള്ളത് മുഴുവൻ അവിടെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണമില്ലായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു ചോദിച്ചു, നിങ്ങളിനി ഭക്ഷണം കഴിക്കാനുണ്ടോ? അല്ല, ഇതിലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചു എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഏറ്റവും നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ദൃശ്യം ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മൾ കാണുന്നത്. ഈ കൊടി വലിയ ഉയരത്തിൽ കെട്ടിവെച്ചിരുന്ന ഒരു കൊടിയാണ്. ഇത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു പക്ഷേ മെസ്സോ അല്ലെങ്കിൽ ഹാളോ ആകാൻ സാധ്യതയുണ്ട്. അത് ഏതാണ്ട് 1/4 ഭാഗം നോക്കൂ, 1/4 ഭാഗം മുങ്ങിക്കിടക്കുകയാണ്. അതിനകത്ത് അലങ്കോലമായി കസേരയും ചെയറുമൊക്കെ കിടക്കുന്ന കാണാം. ഇങ്ങോട്ട് നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ട്രാൻസ്ഫോമർ ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗേറ്റാണ്. ആ ഗേറ്റ് ഇത് സെക്യൂരിറ്റി റൂമായിരിക്കും. സെക്യൂരിറ്റി റൂം 1/4 ഭാഗം മുങ്ങിക്കിടന്നു. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അതിർത്തി അല്ലെങ്കിൽ ആളുകൾ കയറാൻ ഉള്ള ഗേറ്റാണ്. ഈ ബോർഡ് ആകെ നമുക്ക് കാണാവുന്ന ഇത്രയാണ്. അതിനടിയിൽ കുറേ അടി താഴ്ചയിൽ ബോർഡ് ഉണ്ടാകും. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എൻട്രൻസിനകത്തൂടെ എഞ്ചിനീയറിംഗ് കോളേജിനകത്തേക്ക് വെള്ളം കയറി. ഇതാ ഒരു SFIയുടെ കൊടിമരം. ആ കൊടിമരത്തിൻ്റെ കൊടി മാത്രമാണ് നമുക്കിവിടെ കാണാറുള്ളത്. ഇത് മറ്റൊരു സെക്യൂരിറ്റി റൂമാണ്. ഏതാണ്ട് എല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ഈ ഭാഗത്ത് ഇത്ര വലിയ വെള്ളപ്പൊക്കം ദുരന്തം ഇതുണ്ടായിട്ടുണ്ടോ എന്ന് സംശയം പലർക്കുമുണ്ടെങ്കിൽ അത് മാറും. എന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് നമ്മളീ പോകുന്നത് ഒരു കായലിലൂടെയോ അല്ലെങ്കിൽ പുഴയിലൂടെയോ ഏറ്റവും ചുരുങ്ങിയതൊരു കൈത്തോടിലൂടെ പോലുമല്ല. ഇത് മുഴുവൻ വയലാണ്. നമ്മളിപ്പോൾ പോകുന്നത് റോഡാണ്. റോഡിലൂടെ മുമ്പ് റോഡുണ്ടായിരുന്ന സ്ഥലത്തൂടെ പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് മുഴുവൻ മുങ്ങി നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ ഒരു വൈഡ് റേഞ്ചിൽ മുന്നിലേക്കുള്ള വിഷ്വലിൽ കണ്ടാൽ മനസ്സിലാകും. ഒരു വേമ്പനാട് കായലൊക്കെ പോലുള്ള ഒരു വലിയ കായൽ സ്വഭാവത്തിൽ കിടക്കുന്നു. നമുക്കും ആദ്യം ഇതൊരു പുഴയായിരിക്കും, പുഴ കവിഞ്ഞൊഴുകി ഇങ്ങനെ വന്നതായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ വിചാരിച്ചത് ഇവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് അതങ്ങനെ അല്ല എന്ന് മനസ്സിലായത്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഫയർഫോഴ്സുകാരാണ്. അവരവരുടെ പണിയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പം ഞങ്ങൾ 3 പേരെ റെസ്ക്യൂ ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഉള്ള സ്ഥലത്ത് എത്തിച്ചിട്ട് വരികയാണ്. ഇവർ 4ഉം 2ഉം 6 പേരാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഫയർഫോഴ്സിൻ്റെ ടീമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പോകും, അവിടുന്ന് റെസ്ക്യൂ ചെയ്യും. അപ്പോൾ പറയും അപ്പുറത്തുനിന്ന് ഒരു കോള് വരും, അങ്ങോട്ടേക്ക് പോകും. അത് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോയി അവർ
അത്ര ബുദ്ധിമുട്ടി പണി ചെയ്യുന്ന കുറേ ആളുകൾ കൂടിയാണ്. നമ്മൾ ഏതാണ്ട് ഒരു 1-2 മണിക്കൂറായി ഇവരുടെ കൂടെ കയറിയിട്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മധു, ഇങ്ങോട്ട് നോക്കിയാൽ കാണാം നമുക്ക് കണ്ണെത്താ ദൂരത്തോളം വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഒരു സ്ഥലത്തും കറണ്ടില്ല, അവർ അക്കാര്യം പറയുന്നുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അവർ അക്കാര്യത്തിൽ നിസ്സഹായാവസ്ഥരാണ്. ഞാൻ അബിൻ വർക്കിയോട് നേരത്തെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ഇങ്ങനെ കുറേ സ്ഥലത്ത് അവസ്ഥയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരെ പരമാവധി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരണം, ക്യാമ്പിൽ കഴിയണം എന്ന് പരമാവധി നമുക്ക് പറ്റാവുന്ന ഭാഷയിലൊക്കെ പറയുന്നതാണ്. പക്ഷെ അവർ ഇല്ല എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് വലിച്ചിറക്കി കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ അങ്ങനെ പോലും നമ്മൾ അവരുടെ കുറേ കാഴ്ചകൾ കണ്ടിട്ടാണ് അവരെയൊക്കെ ജില്ലാ ഭരണകൂടത്തിന് ഏതെങ്കിലും നിയമപരമായ കാര്യങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധിക്ക് അത് ചെയ്യാൻ ചില പരിമിതികളുണ്ടാകും. നാളെ അവർ ആ വീട്ടിൽ വോട്ട് ചോദിച്ചു പോകേണ്ടവരായിരിക്കും. പക്ഷേ ജില്ലാ ഭരണകൂടം നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മിക്ക വീട്ടിലും കണ്ടു. അത് മിക്ക വീട്ടിലും 2ാം നിലയിൽ ആളുകളുണ്ട് എന്ന് മാത്രമല്ല 1ാം നില ഏതാണ്ട് മുങ്ങിത്താഴ്ന്ന് കിടക്കുകയാണ്. എല്ലാ വീട്ടിലും തന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾ, ഒരു 5 വയസ്സും 6 വയസ്സും കൈക്കുഞ്ഞുമായൊക്കെ നിൽക്കുന്ന ആളുകളെ പല സ്ഥലത്തും നമ്മൾ കണ്ടു. അതവരുടെ കോൺഫിഡൻസ് ആണ്. 2ാം നിലയിൽ വെള്ളം കയറില്ല എന്ന കോൺഫിഡൻസ് ആണ്. ഒപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊന്നും പറ്റില്ല എന്ന് ഓരോ മനുഷ്യരും തോന്നുന്ന ഒരു തോന്നലിൽ നിൽക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ മാധു ചൂണ്ടിക്കാട്ടിയ പ്രശ്നമുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിളിക്കാനുള്ള ഫോണിന് റേഞ്ച് പോലും പ്രശ്നമാണ്. നെറ്റ്വർക്ക് പ്രശ്നം പല സ്ഥലത്തുമുണ്ട്. ഒപ്പം റേഞ്ച് ഇല്ലാത്ത പ്രശ്നമുണ്ട്. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവർ ഒരു കുപ്പി വെള്ളം തരാമോ എന്ന് ദൂരെ നിന്ന് ഞങ്ങളോട് വിളിച്ച് ചോദിക്കേണ്ട, ഒരു പാരസെറ്റാമോളുടെ ഗുളിക നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥയില്ലായിരുന്നു. നമ്മൾ ഒരു സ്ട്രിപ്പ് ഗുളിക ഒരു ചോദിച്ച ഒരു അപ്പാപ്പന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പുറത്തെ 2 വീട്ടിൽ നിന്ന് ഒരു ചേച്ചിമാർ വന്നിട്ട് ഞങ്ങൾക്കും ഗുളിക വേണം എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 3 സ്ട്രിപ്പ് ഗുളിക, അതായത് 30 ഗുളിക 3 കുടുംബത്തിന് കൊടുത്തതിന് ശേഷമാണ് വരുന്നത്. അവർക്ക് ആ ഗുളിക വേണമെങ്കിൽ അത് വിളിച്ച് ചോദിക്കാൻ ഫോണിൽ പോലും റേഞ്ചില്ല. ഇനി ഫോണിൽ റേഞ്ച് കിട്ടിയാൽ തന്നെ ഇനി 2 ദിവസമൊക്കെ നിൽക്കുന്ന, ഇപ്പോൾ എല്ലാവരും വലിയ ഫോണായിരിക്കും ഉപയോഗിക്കുക. 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ റേഞ്ച് പൂർണ്ണമായും, റേഞ്ചല്ല അതിൻ്റെ പവർ, ബാറ്ററി പൂർണ്ണമായും ഇറങ്ങുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ സ്ഥലത്ത് ഏതാണ്ട് എല്ലാ വീട്ടിലും 2ാം നിലയിലും ടെറസിലുമൊക്കെ ആളെ കണ്ടു. അതിൽ ജില്ലാ ഭരണകൂടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ കൂടി കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമെന്ന് നമുക്ക് അത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് മാധു. നമ്മൾ ആറന്മുള അമ്പലത്തിൻ്റെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്ന് തുരുത്തുപ്പള്ളി എന്ന സ്ഥലത്താണ് പോയത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ബോട്ടിൽ പോകണം. നമ്മൾ 3 പേരെയാണ് റെസ്ക്യൂ ചെയ്ത് ആശുപത്രികളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. ഒരു ചെറിയ പെൺകുട്ടി അപസ്മാരമാണ്, ശ്വാസതടസ്സമുണ്ട്. അവരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് കോള് വന്നത്. ഒരു ആരോഗ്യപരമായ പ്രശ്നം, എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലായില്ല. അവരോടൊന്നും ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയുമല്ല. ഒരു ചെറിയ 5 വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് ഒരു 40 വയസ്സുള്ള ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി കയറിയത്. അവരെ നമ്മൾ വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ആംബുലൻസും മറ്റ് സൗകര്യങ്ങളുമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു സ്ഥലം പറഞ്ഞു, അവിടെ എത്തിച്ചാൽ മതി, അവിടുന്ന് ഞങ്ങൾ പൊക്കോളാം, അവിടെ വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ എത്തിച്ചു. മറ്റൊരു പ്രായമായ ഒരു അപ്പാപ്പനെയും റെസ്ക്യൂ ചെയ്തതിന് ശേഷമാണ് ഇവരിപ്പോൾ പോകുന്നത്. ഇവർക്കിപ്പോൾ തിരുവല്ലയിലേക്ക് പോകണം എന്ന നിർദ്ദേശം ഈ ടീമിന് വന്നിട്ടുണ്ട്. ഇവരുടെ മേലധികാരികൾ പറഞ്ഞു അവിടെ വെള്ളം കയറി തുടങ്ങി, പല സ്ഥലത്തുനിന്നും വിളിക്കുന്നുണ്ട് എന്ന ഒരു കോള് വന്ന സമയത്ത് നമ്മൾ തിരിച്ചു വന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും വേറെ ആരെങ്കിലും വിളിച്ചാൽ ഇവർ ഇനിയും അവർക്ക് വേണ്ടി ചെയ്യും. ഇപ്പോൾ അവർക്ക് മറ്റു കോളുകളൊന്നുമില്ല. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ തുടങ്ങിയ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളമായി ഇവർ വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആളുകളെ റെസ്ക്യൂ ചെയ്ത്, അതിനിടയിൽ ഇവർ ഭക്ഷണം കഴിച്ചത് ഒരു സ്ഥലത്ത് ഒരു ക്യാമ്പിൽ എത്തിയപ്പോൾ അവിടെ ഇരുന്ന് ഈ 6 പേര് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കൂടി കണ്ടു. ഇവരൊക്കെ ചില ആളുകൾ ഫയർഫോഴ്സിന് എല്ലാ ദിവസവും പണിയില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾക്ക് പണിയുള്ളപ്പോൾ ഇവരുടെ ഒരു പണി എത്രയാണെന്ന് നമ്മൾ ഊഹിക്കാൻ ഈ കാഴ്ചകളൊക്കെ കാണേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ.